Hello dear students, welcome to Physics by Grace YouTube channel. This is Dr. Saju K. John from Grace Institute of Advanced Physics. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെപ്റ്റംബർ 2022 നെറ്റ് എക്സാമിൻ്റെ ഇലക്ട്രോണിക്സ് പാർട്ടിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഫിഗർ ബിലോ ഷോസ് സർക്യൂട്ട് വിത്ത് ടു ട്രാൻസിസ്റ്റേഴ്സ് Q1 and Q2 with gains beta 1 and beta 2 respectively. The collector voltage VC will be closest to. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിൻ്റെ പ്രത്യേകത, ഇതിന് ഡാർലിംഗ്ടൺ പെയർ എന്നാണ് പറയാം. ഡാർലിംഗ്ടൺ പെയർ ഇതിൽ ഇതാണ് ഇവിടുത്തെ കളക്ടർ കറണ്ട്. ഈ കളക്ടർ കറണ്ട് എന്നുള്ളത് IC1-ൻ്റെയും ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ കറണ്ടിൻ്റെയും സെക്കൻഡ് ട്രാൻസിസ്റ്റർ Q2-ൻ്റെ കളക്ടർ കറണ്ടിൻ്റെ ഒരു സമ്മാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ എഴുതാം, IC ഈസ് ഈക്വൽ ടു IC1 പ്ലസ് IC2. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VC ആണ്. VC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ VC എന്നുള്ളത് നമുക്കറിയാം. VC എന്നുള്ളത് ഗ്രൗണ്ട് തൊട്ട് ഈ പോയിന്റ് വരെ, ഇതാണ് ഗ്രൗണ്ട് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള വോൾട്ടേജ് ആണ് VC. ഇവിടുത്തെ വോൾട്ടേജ് 12 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് കിർഷോഫിൻ്റെ റൂള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്ത് നമുക്കിങ്ങനെ പറയാൻ പറ്റും. ഈ VC എന്നുള്ളത് VCC മൈനസ് ഈ പാർട്ടിലെ വോൾട്ടേജ്. ഓക്കെ, VCC മൈനസ് IC/RC. ഇവിടെ VCC നമുക്കറിയാം, ഇവിടെ IC നമുക്ക് ആവശ്യമുണ്ട്. RC 1 കിലോ ഓം ആണ്. അപ്പോൾ IC അങ്ങ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം IC1 എഴുതാം. IC1 എന്നുള്ളത് ബീറ്റ ടൈംസ് IB1 ആണ്. ബീറ്റ 20 ആണ്. 20 IB1 എന്ന് എനിക്ക് കിട്ടും. IC2 എന്നുള്ളത് ബീറ്റ ടൈംസ്, സോറി ഇത് ബീറ്റ 1 ആണ്. ബീറ്റ 1 എന്ന് പറഞ്ഞാലും ബീറ്റ 2 എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇവിടെ സെയിം ആണ്. ബീറ്റ 2 ടൈംസ് IB2 ആണ്. ബീറ്റ 2 20 ആണ്. IB2. ഈ ഡാർലിംഗ്ടൺ പെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതാണ് IB1 എന്നുള്ള കറണ്ട്, ഇതാണ് IE1 എമിറ്റർ കറണ്ട് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ. ഇത് തന്നെയാണ് സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് കറണ്ട്. ഇതാണ് സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ കറണ്ട്. നോക്കൂ, IE1 ഈസ് സെയിം ആസ് IB2. IB2 എന്നുള്ളത്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുന്നത് IB2 എന്നുള്ളത് എന്താണ്, IE1 ആണ്. ഒരു ട്രാൻസിസ്റ്റർ എമിറ്റർ കറണ്ട് എങ്ങനെ എഴുതാം, ബീറ്റ പ്ലസ് 1, ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് ബീറ്റ 1 പ്ലസ് 1 ഇൻറ്റു IB1 എന്ന് എഴുതാം. ബീറ്റ 1 20 ആണ്. 20 പ്ലസ് 1 21 IB1 ആണ്. അപ്പോൾ IB2 എന്നുള്ളത് 21 IB1. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 20 ഇൻറ്റു 21 IB1 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ IC1 കിട്ടി, IC2 കിട്ടിയ, അങ്ങനെയാണ് ടോട്ടൽ കറണ്ട് IC ഈക്വേഷനാണ് ഞാൻ ചെയ്യുന്നത്. IC1 പ്ലസ് IC2 ആണ്. സോ ഇറ്റ് ഈസ് IC1 എന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ട് 20 IB1 പ്ലസ് IC2 എന്നുള്ളത് ഇത് നമുക്ക് എത്ര കിട്ടാം, 20 ഇൻറ്റു 21. സോ ഇറ്റ്സ് 420 IB1. സോ 420 IC2 എന്നുള്ളത് 420 IB1 ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 440 IB1 കിട്ടും. അപ്പോൾ IC നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ VC എന്നുള്ള ഇക്വേഷൻ നമുക്ക് VCC മൈനസ് IC/RC എന്താ, VCC എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് ആണ്, മൈനസ് IC എന്നുള്ളത് 440 IB1 ആണ്, ഇൻറ്റു RC എന്നുള്ളത് കളക്ടർ റെസിസ്റ്റൻസ് ആണ്. കളക്ടർ റെസിസ്റ്റൻസ് 1 കിലോ ഓം ആണ്. സോ ഇറ്റ് ഈസ് 12 മൈനസ് 440 IB1. ഓക്കെ, ഇതാണ് നമ്മുടെ കളക്ടർ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്പർ 2 ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ IB1 അറിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. IB1 എങ്ങനെ കണ്ടുപിടിക്കും? IB1 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ലൂപ്പ് ഇങ്ങനെ എടുക്കുകയാണ്, എന്നിട്ട് കിർഷോഫിൻ്റെ റൂൾ അപ്ലൈ ചെയ്യാണ്. ഈ ലൂപ്പ് എടുത്തിട്ട് കിർഷോഫിൻ്റെ റൂൾ അപ്ലൈ ചെയ്യാണ് ഗ്രൗണ്ട് വരെ. ഈ 12 വോൾട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് വരെ 0 വോൾട്ട് വരെയുള്ള ആ ലൂപ്പ് എടുത്തിട്ട് കിർഷോഫ് നോക്കാം. നോക്കൂ, ഇവിടെ ഉള്ളത് 12 വോൾട്ട്. ദാറ്റ് 12 വോൾട്ട് ഈസ് ഈക്വൽ ടു കിർഷോഫിൻ്റെ വോൾട്ടേജ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടുത്തെ കറണ്ട് നമുക്കറിയാം IB1 ആണ്. സോ 220 ടൈംസ് IB/RB ആണ് ഞാൻ എഴുതുന്നത്. IB1 പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ് നമുക്കറിയാം 0.7 ആണ്. VBE ആണ് ബേസ് എമിറ്റർ വോൾട്ടേജ് 0.7. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെയും ബേസ് എമിറ്റർ വോൾട്ടേജ് തന്നിട്ടുണ്ട്. അഗെയിൻ ഇറ്റ് ഈസ് 0.7 പ്ലസ്
ഇനി ഇവിടുത്തെ വോൾട്ടേജ്, ഈ റെസിസ്റ്ററിലെ വോൾട്ടേജ് എന്നുള്ളത് ഇത് IE2 ആണല്ലോ, രണ്ടാമത്തെ ട്രാൻസ്മിറ്റർ കറണ്ടാണ്. IE2 ടൈംസ് ആ റെസിസ്റ്റൻസ് ആണ്. ഇത് ഓമിലാണ് റെസിസ്റ്റൻസ് എന്നുള്ളത്, അതുകൊണ്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിലോമിലാക്കണം. ഇപ്പോൾ 0.580 അല്ലെങ്കിൽ 0.58 ആണ് കിട്ടുക. ഇവിടെ നമുക്ക് എന്താ, ഇത് 1.4 ആണ്. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ ഇവിടെ 10.6 ആയിട്ട് മാറും. 220 IB1 പ്ലസ് നോക്കൂ, IE2ൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. IE2ൻ്റെ വാല്യൂ നമുക്കുള്ളത് ഇതാ, IE2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. IE2 എന്നുള്ളത് IE2 എന്നുള്ള കറണ്ട് ഇതാണ്. IE2 ഈസ് ഈക്വൽ ടു β2 + 1, സെക്കൻഡ് ട്രാൻസിസ്റ്റർ ആണ്, ഇൻറ്റു അതിൻ്റെ IB2 ആണ്. β2 + 1 എന്ന് പറഞ്ഞാൽ 20 + 1 21 ആണ്. IB2 നമ്മുടെ കയ്യിലുണ്ട്. IB2 നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് 21 IB1 ആണ്. സോ 21 IB1. സോ ടോട്ടലി ഇറ്റ് ഈസ് 441 IB1 ആണ്. അപ്പോൾ എല്ലാ IB1ലേക്ക് മാറി. ഓക്കെ, ഈ IE2ന് പകരം ഞാൻ 441 IB1 എഴുതുകയാണ്. ഇൻറ്റു 0.58 ചെയ്യണം. അപ്പോൾ 10.6 ഈസ് ഈക്വൽ ടു 220 IB1 പ്ലസ് 441 IB1. ഈ 441 ടൈംസ് 0.58 ചെയ്താൽ 256 ആണ് അപ്രോക്സിമേറ്റ്ലി കിട്ടുക. ഇനി ഇത് സം ചെയ്താൽ നമുക്ക് കിട്ടുക 476 IB1 ആണ് കിട്ടുക. 10.6 ആണത്. ഓക്കെ, സോ IB1 ഈസ് ഈക്വൽ ടു 10.6 ഡിവൈഡ് ബൈ 476 എന്നാണ് കിട്ടുക. ഇത് ചെയ്യുമ്പോൾ 0.0222 ആണ് നമുക്ക് ആൻസർ ആയിട്ട്, ഇത്രയും മില്ലി ആംപിയർ ആണ് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ആ VCD ഇക്വേഷൻ തരുന്നത് 12 മൈനസ് 440 IB1. 440 IB1. ഈ IB1ന് വരെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.0222 ഇത് ചെയ്യുമ്പോൾ 12 മൈനസ് 9.8 ആണ് അപ്രോക്സിമേറ്റ്ലി കിട്ടുക. എന്ന് പറഞ്ഞാൽ 2.2 വോൾട്ട് ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, 2.2. അപ്പോൾ കിർഷോഫിൻ്റെ റൂളൊക്കെ വെച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ 2 ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സംശയമൊക്കെ വരാം. പക്ഷേ ഇത് ചെയ്തു വരുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 3.5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ഹൈ ഇംപിഡൻസ് ലോഡ് നെറ്റ്വർക്ക് ഈസ് കണക്റ്റഡ് ഇൻ ദ സർക്യൂട്ട് ആസ് ഷോൺ ബിലോ. ഇവിടെ ലോഡ് കൊടുത്തിട്ടുണ്ട്. ലോഡിന് എക്രോസ് ആയിട്ട് ഒരു സെനർ ഡയോഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെനറിൻ്റെ ഔട്ട്പുട്ടാണ് ലോഡിന് കിട്ടുക. ഇവിടെ ഒരു സാധാരണ ഡയോഡ് ഉണ്ട്, നോർമൽ ഡയോഡ്, ഒരു സിലിക്കൺ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. സെനർ ഡയോഡ് അല്ല, നോർമൽ ഡയോഡ്. ഇവിടെയാണ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്. ഇൻപുട്ട് ഇങ്ങനെ ഒരു സൈനുസോയിഡൽ വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സിലിക്കൺ ഡയോഡിൻ്റെ വോൾട്ടേജ് തന്നിട്ട് സെനറിൻ്റെ വോൾട്ടേജ് 9.1 വോൾട്ടാണ്. അതൊക്കെ ഇവിടെ ഫിഗറിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ സൈനുസോയിഡൽ വോൾട്ടേജിൻ്റെ പീക്ക് 15 വോൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഔട്ട്പുട്ടാണ് നമുക്ക് കണ്ടത്. ഔട്ട്പുട്ട് ഏതായിരിക്കും, ഏത് ഷേപ്പിലായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇവിടെ പ്ലസും ഇവിടെ മൈനസാണ് വരിക അല്ലേ. നമ്മൾ ഇൻപുട്ട് കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഹാഫ് ഇവിടെ പ്ലസ്, അപ്പോൾ ഇവിടെ പ്ലസും ഇവിടെ മൈനസും വരുമ്പോൾ ഈ സെനർ റിവേഴ്സാണ്. ഇനി ഇവിടെ മൈനസ് വരുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്താലേ ഇവിടെ മൈനസ് വരുള്ളൂ. നമുക്കറിയാം ഈ ഡയോഡ് ഇവിടെ മൈനസ് വരുമ്പോൾ ഈ ഡയോഡ് ഫോർവേഡ് ബൈസിലാണ്. ഫോർവേഡ് ബൈസിൽ മാത്രമേ നോർമൽ ഡയോഡ് വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ അല്ലേ, ഇവിടെ പ്ലസ് എത്തിയിട്ടുണ്ട്, ഈ ടെർമിനലിൽ പ്ലസ് എത്തിയിട്ടുണ്ട്, സെനർ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് പ്ലസ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഈ ഭാഗത്തേക്ക് പ്ലസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ മൈനസും, ക്ലിയർ അല്ലേ, ഈ പോയിന്റിൽ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് വരുമ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഈ ഡയോഡ് ഫോർവേഡ് ബൈസിലാണ്. ഞാൻ പറഞ്ഞത് ഈ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഈ പോയിന്റ് പ്ലസ് ആണെന്ന് അർത്ഥം. ഓക്കെ, കാരണം പ്ലസ് എന്ന് വരുന്നതല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഫോർവേഡ് ബൈസാണ്, ഇത് കണ്ടക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ സെനറിനെ വെച്ച് നോക്കുമ്പോൾ സെനർ ഈ പോയിന്റിലേക്കല്ല ഒരറ്റം കണക്ട്, അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ പോയിന്റ് നെഗറ്റീവാണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ആ പോയിന്റ് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഫോർവേഡ് ബൈസ് ആണ്, സെനർ റിവേഴ്സ് ബൈസ് ആണ്. സെനർ വർക്ക് ചെയ്യണമെങ്കിൽ റിവേഴ്സ് ബൈസിൽ ആ ഇൻപുട്ട് വോൾട്ടേജ് 9.1 കിടക്കണം. മനസ്സിലായ?
ഇൻപുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ 9.1 കടന്നാൽ പോരാ, ഇത് ഫോർവേഡ് ആയതുകൊണ്ട് അതൊരു 0.7 എടുക്കും. അപ്പോൾ ടോട്ടലി 9.1 പ്ലസ് 0.7 9.17 വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് എത്തിയാലാണ് ജനറിന് 9.1 കിട്ടുള്ളൂ. കാരണം 0.7 ഇവിടെ പോകും. ഓക്കെ, അപ്പോൾ 9.17 ഇൻപുട്ടിൽ എത്തിക്കഴിഞ്ഞാൽ 9.17 ഒക്കെ ഇത് ഗ്രാഫിൽ നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസം അറിയില്ല. 9.17ൻ്റെ മുകളിലേക്കാണ് ജനർ വർക്ക് ചെയ്യുക. ഈ പാർട്ടിലെ സെനർ വർക്ക് ചെയ്യുക. അതിന് താഴേക്ക് പോകുമ്പോൾ സെനർ വർക്ക് ചെയ്യില്ല. ഈ പാർട്ടിൽ മാത്രമേ സെനർ ഓൺ ആവുള്ളൂ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ അല്ലേ. അപ്പോൾ സെനർ വർക്ക് ചെയ്താൽ സെനറിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 15ലേക്കൊന്നും പോവില്ല. ആ സെനറിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സെനർ വർക്ക് ചെയ്യുമ്പോൾ സെനറിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ വോൾട്ടേജിന് മുമ്പും സെനറിൻ്റെ വോൾട്ടേജ് 0 ആയിരിക്കും, ശേഷം സെനറിൻ്റെ വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നത് സെനറിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. സെനർ വോൾട്ടേജ് സ്റ്റെബിലൈസറാണ്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് തരുന്ന ഡിവൈസാണ്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെങ്കിൽ സെനർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാലാണ് അത് വർക്ക് ചെയ്യുള്ളൂ, സെനർ ഓൺ ആവുള്ളൂ. അപ്പോൾ 9.17 വോൾട്ട് വരെ ഇൻപുട്ടിൻ്റെ 9.1 ആണ് സെനറിൻ്റെ. എങ്ങനെയാണ് 9.17 വരുന്നത് ഞാൻ പറഞ്ഞു. ഇൻപുട്ട് 9.17 മുകളിലേക്ക് കടന്നാലാണ് സെനർ ഓൺ ആകുക. മാത്രമല്ല ഇവിടെ അത് കുറയുമ്പോൾ 9.17 താഴേക്ക് പോയി സെനർ ഓഫായിരിക്കും. ഇനി നെഗറ്റീവ്, അപ്പോൾ ഈ പാർട്ടിൽ ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് അവിടെ കിട്ടുക. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ മൈനസ് സൈൻ, ഇവിടെ പ്ലസ് സൈനാണ് വരിക. അങ്ങനെ വരുമ്പോൾ ഈ ഡയോഡ് വർക്ക് ചെയ്യില്ല. ഈ ഡയോഡിൻ്റെ എൻ റീജിയൻ, ഇത് പി റീജിയൻ, എൻ റീജിയനിലേക്ക് പോസിറ്റീവ് വന്നാൽ ഡയോഡ് റിവേഴ്സ് സ്പൈസിലേക്ക് കിടക്കും. ഓക്കെ, സെനർ വർക്ക് ചെയ്യും, പ്രശ്നമൊന്നുമില്ല. സെനറിന് ഫോർവേഡിൽ സാധാരണ ഡയോഡ് പോലെ ഒരു സെനർ വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ സെനർ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് തരില്ല. പക്ഷേ ഇവിടെ ആലോചിച്ച് നോക്കും, ഇത് റിവേഴ്സ് ആയതുകൊണ്ട് സെനറിന് വോൾട്ടേജ് കിട്ടില്ല. ഇത് റിവേഴ്സ് ആയതുകൊണ്ട് ഇത് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ സർക്യൂട്ട് ഇവിടെ ബ്രേക്ക് ആവും, സെനറിന് വോൾട്ടേജ് അല്ലേ. ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ സെനറിന് വോൾട്ടേജ് കിട്ടില്ല. ഓക്കെ, സെനർ വർക്ക് ചെയ്യില്ല എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഒരു സെനർ ഫോർവേഡ് ബൈസ് ആയിട്ട് നോർമൽ ഡയോഡ് പോലെ വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ നെഗറ്റീവ് ഹാഫ് സൈക്കിള് എന്താ സംഭവിക്കുന്നത്, ഈ സിലിക്കൺ ഡയോഡ് റിവേഴ്സ് സ്പൈസിലേക്ക് കിടക്കുകയാണ്. റിവേഴ്സ് സ്പൈസ് ഇത് വർക്ക് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ സെനറിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് വരില്ല, ഈ ടെർമിനൽ ഇവിടെ എത്തില്ല. അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വോൾട്ടേജ് ഒന്നും കിട്ടില്ല, അവിടെ 0 വോൾട്ടേജ് തന്നെയായിരിക്കും. അപ്പം ഇങ്ങനൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബി എന്ന് പറയാം. ഞാൻ അങ്ങനെ ഓപ്ഷൻസ് ABCD മാർക്ക് ചെയ്തോട്ടെ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ക്ലിയർ ആണെന്നിരിക്കുന്നു. ഇതും 3.5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. ട്രാൻസിസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ എന്നുള്ളത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നിയാലും ഡാർലിംഗ്ടൺ പെയർ അത് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, താങ്ക് യു.